കഞ്ഞി മുഴുവൻ അമ്മ കുടിക്കണേ. അല്ലാതെ ഞാനില്ലാന്ന് വെച്ച് മടി പിടിച്ചിരിക്കരുത്. ഫ്ലാസ്കില് കട്ടൻ കാപ്പി അടച്ചു വെച്ചിട്ടുണ്ട്. ഇടനേരത്ത് എന്തെങ്കിലും വല്ലാതെ തോന്നിയാ ഒരു റസ്കും തിന്ന് കാപ്പിയും കുടിച്ചാൽ മതി. പിന്നെ വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോറുണ്ണുന്നതിന് മുമ്പ് അത് കഴിക്കണം. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗുളികയുടെ ചൂട് കുറയ്ക്കാൻ പച്ചക്കറി നല്ലതുപോലെ കഴിക്കണം. അമ്മ എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ മിണ്ടാതെ കിടന്ന ഞാനിങ്ങനെ മനസ്സമാനത്തോടെ പോവും. ശരി മോളെ. അമ്മയോട് കൊഞ്ചാൻ നോക്കാതെ പോവാൻ നോക്ക്. നേരം പോണു. ആദ്യത്തെ ദിവസമായിട്ട് വെറുതെ ലേറ്റ് ആവണ്ട. അമ്മയുടെ കാര്യം അമ്മ നോക്കിക്കോളും. അല്ലെ മാസം 2-3 ആയില്ലേ ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇങ്ങനെ കിടക്കാതെ എഴുതിട്ട് വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. മുരളിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കെ. അമ്മ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഞാൻ പറഞ്ഞത് നേരാ. അമ്മ ഇനി കുറച്ചൊക്കെ എഴുന്നേറ്റ് ജോലി ചെയ്ത് തുടങ്ങണം. ഇല്ല തീരെ കിടപ്പിലായി പോവും. നീയാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. അമ്മ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് റെസ്റ്റ് എടുത്താ മതി. റെസ്റ്റ് കൂടുതലായാലും തകരാറാ, അത് മറക്കണ്ട. മുരളിച്ചേട്ടാ, മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതിനിടയ്ക്കേറെ അഭിപ്രായം പറയാൻ വരാതിരുന്നാ മതി. മുരളിച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അമ്മ വെറുതെ ഒച്ചയെടുത്ത് അവശത കൂട്ടും. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുറച്ചു ദിവസം ഒന്ന് ശ്രദ്ധിച്ച എല്ലാം മാറും. ഞാൻ പോയിട്ട് വരാം. ആ എന്താ ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിനകത്തൊരു സംഗീത സദസ്? നാരായണ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് പശു അങ്ങ് പിടിച്ചുപോയി. പരമാനന്ദം. മരുമോളൊരു പാഠം പഠിപ്പിക്കാമല്ലോ. ചുമ്മാ ദൈവദോഷം പറയല്ലേ മുരളിച്ചേട്ടാ. അപ്പുക്കുട്ടൻ ചേട്ടാ, ഞാനിന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം അനുഗ്രഹിച്ചേക്കണേ. അതെ, ഞങ്ങൾ അനുഗ്രഹിക്കാം. പക്ഷെ ഇവനോട് പറഞ്ഞ് ഞങ്ങളെന്ന് അനുഗ്രഹിക്കാൻ പറ. ഒരു കാര്യം ഞാൻ പറയാം. എന്തുവാ? മിമിക്രി എന്നൊരു അക്ഷരം എന്നോട് പറയുള്ളൂ. ഞാൻ ഓട്ടോ ഓടിച്ച് കഞ്ഞി കുടിച്ച് പോയിക്കോളാം. വിഷാരടി എന്നെ വെറുതെ വിട്. നീ ഓട്ടോ ഓടിച്ച് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു അതോ മിമിക്രി അടിച്ച് ബിരിയാണി എന്ന് ജീവിക്കുന്നു? എപ്പോഴെങ്കിലും ഒരു ചക്ക വീണൊരു മോലി എത്തെന്ന് പറഞ്ഞ് എപ്പോഴും മോലി ആവണമെന്നില്ല. ഒരു തവണ വീണാ ഇനി പല തവണ വീഴും, അത് ഉറപ്പാ. നീയൊക്കെ എന്റെ പാർട്ടികൾ. വേറൊരു കേസ്, നല്ല സംഭവ. നമ്മൾ രക്ഷപ്പെടുന്നെങ്കിൽ ആട്ടറ. പാവം ഇവ ഒളിച്ചു നടക്കുക. ആ ചെല്ലമ്മച്ച് കണ്ട അപ്പോഴേ അവർ ഇവന്റെ കൊങ്ങാക്കി പിടിക്കും. ദേവിനെ, ഞാൻ എന്റെ ഓട്ടം കളയാൻ തയ്യാറല്ല. സോറി. അപ്പുകൂടെ പോയിട്ട് വാ, നമുക്ക് പിന്നെ കാണാം. പിന്നെ എനിക്ക് നേരായി. അപ്പുക്കുട്ടൻ ചേട്ടൻ വിഷമിക്കണ്ട, നമുക്ക് പറഞ്ഞു നേരെയാക്കാം. പോകാം. ഞാൻ ഇവിടെ വിട്ടിട്ട് നീ വയ്ക്കോ, ഞങ്ങൾക്ക് നാരായണ ചേച്ചിയെ കാണണം. നാരായണ ചേച്ചി, ചേച്ചി, നാരായണ ചേച്ചി, കേറി വാ മക്കളെ. ചേട്ടൻ എന്തായി കാണിക്കുന്നത്? കണ്ടില്ലേ, ഗ്രില്ല് തുടയ്ക്കുന്നു. നിറയെ പൊടിയാമോ. ചിലടത്ത് ചെലന്തി വില പോലും ഉണ്ട്. നോക്ക്. ഉത്തമൻ ചേട്ടൻ ഈ വീട്ടിലെ വേലക്കാരനല്ല. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ശമ്പളം കൊടുത്ത ആളെ നിർത്തിയിട്ടില്ലേ? ശമ്പളം എന്ന പേരിലല്ലെങ്കിലും എനിക്കും അമ്മ പണം തരുന്നുണ്ടല്ലോ. 10,000 രൂപ മാസം തോറും എന്റെ ഭാര്യയുടെ പേർക്ക് അയക്കുന്നില്ലേ? അത് വാങ്ങാൻ മാത്രം ഞാൻ എന്ത് പണിയാ ചെയ്യുന്നത്? ഒന്നുമില്ല. വർക്ക് സൈറ്റിലും എന്നെ കൊണ്ട് കാര്യമായ പ്രയോജനം ഒന്നുമില്ല. ഉത്തമൻ ചേട്ടൻ എന്നോട് കണക്കൊന്നും പറയണ്ട. പോയി ലുങ്കിയും ബനിയനും ഒക്കെ മാറ്റി പോയി കുളിച്ച് നല്ല വേഷമിട്ട് വന്നേ. മോളെ, ഞാനിവിടെ വന്നതിന് ശേഷം നിന്റെ അടുത്തുനിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. നീ എന്നേക്കാൾ വളരെ ഇളയതാ. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും പ്രായം ഒരു പ്രശ്നമല്ല. എന്തും താഴെ നിന്ന് തുടങ്ങണം. താഴെ നിന്ന് മുകളിലേക്ക് നോക്കാൻ എന്ത് രസാ. നമുക്ക് ആകാശം കാണാം. ഒത്തിരി മുകളിൽ കയറി നിന്ന് താഴോട്ട് നോക്കിയാലോ നമുക്ക് പേടി വരും. എന്റെ ആങ്ങള ഉത്തമൻ നായർ വളരെ വളരെ മാറിപ്പോയി. വല്യേട്ടനും കൊച്ചേട്ടനും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും ഉത്തമൻ ചേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ. സംശയം വേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മാസത്തിൽ ഒരു പ്രാവശ്യം കുട്ടികളെ ഒന്ന് പോയി കാണണം. ഭാര്യ കാണണ്ടേ? അവളെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ കാണണമെന്ന് അവൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നെ പുച്ഛിക്കുന്നവർക്കിടയിൽ ഒരു മത്സരം നടത്തിയാൽ 1ാം സമ്മാനം എന്റെ ഭാര്യയ്ക്ക് തന്നെ ആയിരിക്കും. അത് തീർച്ച. എഴുന്നേറ്റ് പോയി കുളിക്ക്. അത് ശരി, നീ പിന്നെയും പാത്രം കഴുകുമായിരുന്നു.
എടീ ഏത് നേരം നോക്കിയാലും അവക്ക് ജോലിയോട് ജോലി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോ നീ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നു, രാവിലെ നോക്കുമ്പോ മുറ്റം തൂത്തോണ്ടിരിക്കുന്നു, ഉച്ചയ്ക്ക് നോക്കുമ്പോ പശുവിനെ കുളിപ്പിക്കുന്നു, ഇപ്പൊ ഇതേ പാത്രം കഴുകുന്നു. എടീ ഇവിടെ ഉള്ളവളെന്റെ പെങ്ങളാ, നീ അവളുടെ ആങ്ങളയുടെ മോളാ. തള്ളയില്ലാത്ത പെണ്ണാണെന്ന് ഒരു വിചാരവും അവക്കില്ല. നീ ഇങ്ങനെ അവക്ക് വേണ്ടി പാത്രം കഴുകാൻ നിന്നാലേ നിന്റെ ജീവിതം ഇങ്ങനെ കഴിവിത്തീരും. അച്ഛനൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അപ്പച്ചി പറഞ്ഞിട്ടൊന്നുമല്ല, അടുക്കളയിൽ പാത്രം കഴുകാൻ കിടന്നു, അതുകൊണ്ട് ഞാൻ എടുത്ത് കഴുകുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലും ഇതൊക്കെ തന്നെയല്ലേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ തള്ള ചെത്ത പെണ്ണാണെന്ന് കരുതി അച്ഛൻ പാത്രം കഴുകി തന്നിട്ടൊന്നുമില്ലല്ലോ. തറര് പറഞ്ഞ അടിച്ചു നീ ഗുണം പിടിക്കത്തില്ലടി. എന്റെ 2 മക്കളും ഗുണം പിടിക്കത്തില്ല. എടീ നീ ഇവിടെ ജോലി ചെയ്യുന്നതിലൊന്നും എനിക്ക് ഒരു പരാതിയുമില്ല. അവളുടെ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കട്ടെ. പിന്നെ നീ പാത്രം കഴുകുകയോ മുറ്റമടിക്കുകയോ അവളെ എടുത്തോണ്ട് നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അമ്മ എടുത്തോണ്ട് നടന്നില്ലേലും വേണ്ടുകല, അമ്മാവൻ ഞങ്ങളെ ചവിട്ടി തേക്കാതിരുന്നാ മതി. അമ്മാവനെ കുറിച്ച് എത്ര പൊക്കിയ അമ്മ അമ്മമ്മ എടുത്ത് പറഞ്ഞിരിക്കുന്നറിയോ? ഓ അത് സാരല്ലടി വനജേ, എനിക്ക് അറിഞ്ഞൂടെ ഇത് കാര്യം പോക്കാന്ന്. രാമകൃഷ്ണ അങ്ങോട്ട് നീ നിക്ക്, ഞാൻ ഒന്ന് പോട്ടെ. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. അതാണല്ലോ നിങ്ങളുടെയൊക്കെ മനസ്സിരിപ്പ്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല, അത് പോകുമ്പോഴേ അറിയൂ. ആ ഇന്ന് നിങ്ങൾ എന്റെ വില അറിയുന്നില്ല, നാളെ ഞാൻ പോകുമ്പോഴേ നീയൊക്കെ അത് അറിയൂ. ഓ വില അറിയാൻ ഒരു പ്രയാസവും ഇല്ല. പലചരക്കുകാരൻ ശിവൻകുട്ടിയോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും കഴിഞ്ഞ മാസത്തെ പറ്റ്. അത് അതിന്റെ മുമ്പത്തെ മാസത്തിന് കുറച്ചാ നിങ്ങളുടെ വിലയുടെ ഒരു പകുതിയായി. പിന്നെ പാലും പച്ചക്കറിയും അത് പോട്ടെ, അത് കൂട്ടണ്ട. മറ്റേത് തന്നെ വലിയ വിലയല്ലേ. എന്നാ ആ വിലയിന്ന് ഇവള് പാത്രം കഴിയതിന്റെയും വെള്ളം കോരിയതിന്റെയും തുണിയലക്കതിന്റെയും വില ഒന്ന് കുറച്ച്. ഒരു വീട്ടുവേലക്കാരിയെ നിർത്താൻ മാസം എത്ര രൂപ കൊടുക്കണം? ഈ പറഞ്ഞത് നേരെ. എന്റെ മരുമകളുടെ ആങ്ങളയുടെ ബുദ്ധിയെ. സിന്ധുവിനോട് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എന്തിനാ ഇവള് അധികപ്പറ്റി പണിയെടുക്കുന്നത്? എടി സിന്ധു, ഞങ്ങൾ പറഞ്ഞിട്ടാണോ നീ ഈ പാത്രം കഴുകുന്നത്? അച്ഛൻ അങ്ങനെ പലതും പറയും, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. അവക്കെ തന്തയേക്കാൾ വിവരമുണ്ട്. അല്ലേലും ഒരു കുടുംബത്തിലെ എല്ലാരും കൂടി കേമദ്രോഹികളാവൂല. ആ ഞാൻ എങ്ങനെ വളർത്തിയ പെണ്ണാ എന്റെ സരസമ്മ. ഇന്ന് ഞങ്ങൾക്കൊരു കഷ്ടകാലം വന്നപ്പോ എന്റെ പെങ്ങടെ മൂട്ടി വന്ന് കിടക്കേണ്ടി വന്നു. എടി വനജേ, നിന്റെ പേരിൽ എന്റെ മോൻ അയച്ചു തന്ന പണത്തിന്റെ പകുതി എനിക്കും എന്റെ മോക്കും അവകാശപ്പെട്ടതാ. എനിക്കൊരു നാണവുമില്ല. നിങ്ങൾക്കില്ലാത്ത നാണം എനിക്കെന്തിനാ? ഒരു കാര്യം, എന്റെ മോനെയും കൊണ്ടുവാ. ഇടി എന്റെ മോനെ നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോയി കളഞ്ഞു. എല്ലാവരോടും ഇവിടെ ഒന്ന് സമ്മേളനം നടത്തുകയാണോ? ആ അമ്മാവനോടായപ്പോ പൂർണ്ണമായി. ഇടാ വിഷ്ണു, എന്റെ മോനെവിടെ? അവനെ ഇങ്ങ് വിളിക്കേ. ഇടാ ചത്താ എനിക്ക് കൊള്ളിവെക്കാനും ബലിയിടാനും ആകെ ഉള്ള ഒരു ആന്തരിയ. അത് നീ ഓർക്കണം. നിങ്ങൾ എല്ലാരും കൂടെ അവനെ എന്ത് ചെയ്തു? അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. മകനില്ലെങ്കിലേ അനന്തരം വെച്ചോളും കൊള്ളി. നമ്മള് മരുമക്കത്തായക്കാരല്ലേ. ഇയാളുടെ മോൻ എവിടെ പോയിന്ന് ഇങ്ങനെ മിനിറ്റിന് ചോദിക്കുന്ന എന്തിനാ? പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്ക്. അവൻ മിക്കവാറും ജയിലിൽ കാണും. എന്റെ മോൻ കുടുങ്ങിയാലേ നിങ്ങളുടെ മോളും കുടുങ്ങും, അതോർത്തോ. അമ്മാവൻ എന്തിനായെങ്കിലും ഒരു ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്? എല്ലാ ദിവസവും ഒരേ പല്ലവി. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ഈ കുടുംബം പോറ്റുന്നുണ്ട്. അത് പോരാതെ ഞാൻ ഇനി എന്താ വേണമെന്ന്? അങ്ങനെ ചോദിക്കേ, അങ്ങനെ ചോദിക്കേ. നീ എന്തോ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കല്യാണം കഴിക്കണം. ഓ അതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞാ തീരത്തില്ലല്ലോ. എടാ എന്റെ മോക്ക് എന്താടാ ഒരു കുറവ്? നിന്നെ തന്നെ വിചാരിച്ചവളിരിക്കുക. കുഞ്ഞുനാളിലേ അവളുടെ മനസ്സിൽ നീയാ. അതുകൊണ്ട് ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട, അങ്ങ് നടത്തിയേക്ക്. എനിക്ക് വയ്യ അമ്മാവനോട് സംസാരിക്കാൻ. നേരം വെളുത്ത മുതൽ വർക്ക് സൈറ്റിൽ വെയിലും പൊടിയും കൊണ്ടിട്ട് വരിക. ഒരു ചായ കുടിച്ചിട്ടൊന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് കരുതി വന്നതാ. അത്രയെങ്കിലും ദേവനോട് കാണിക്കണം. സിന്ധുവിനെ നീ കല്യാണം കഴിക്കടാ, നിന്റെ എല്ലാ തലവേദനയും മാറും. അല്ലാതെ അവക്ക് ആശയും കൊടുത്ത് ഈ വീട്ടിലെ പണി മുഴുവൻ ശമ്പളമില്ലാത്ത വേലക്കാരിയെ പോലെ ചെയ്യിപ്പിച്ചിട്ട് അവസാനം കൈക്കില പോലെ അവളെ ദൂരെ കളയാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ വച്ചേക്കത്തില്ല, പറഞ്ഞേക്കാം. മോനെ നീ ഇഞ്ഞ് വാ മോനെ, ഞാൻ ചൂട് ചായ ഇട്ട് തരാം. വാ. ഡേ അമ്മ അവനൊന്ന് വെറുതെ ഇരുന്നേ. കൊച്ചേട്ടന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കാർക്കും ഒരു വിരോധവും ഇല്ല. ഇഷ്ടമില്ലാത്ത ആളിനെ പിടിച്ച് ബലം പ്രയോഗിച്ച് ഇവളെ കെട്ടിക്കാൻ നോക്കൂ.
അവന്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതല്ലെങ്കിൽ വേണ്ട. എന്റെ മോനെങ്ങിതാ. നിന്റെ ഭർത്താവ് എവിടെയടി? എന്റെ മോനെവിടെ? എന്റെ പൊന്നുമോനെവിടെ? ദൈവമേ, എനിക്ക് വയ്യത്. വിഷ്ണു ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അച്ഛൻ പറയുന്നൊന്നും ചേട്ടൻ കാര്യമാക്കണ്ട. എന്ത് കാര്യം? എന്നെ കല്യാണം കഴിക്കണമെന്ന്. ചേട്ടന് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു വിചാരവും മനസ്സിലില്ലെന്ന് എനിക്കറിയാം. ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട. ഓ, വിഷമം ഇഷ്ടം പോലെ വേറെ ഉണ്ടല്ലോ. അതിന്റെ കൂടെ ഈ ഒരു വിഷമം കൂടി ആയാലും വ്യത്യാസമൊന്നുമില്ല. അതെനിക്കറിയാം. ഏതായാലും വിഷമം വേറെയുമുണ്ട്. അപ്പോൾ പിന്നെ എന്നെക്കുറിച്ചൊരു വിഷമം കൂടി അതിൻ്റെ കൂടെ വേണ്ട. നിന്റെ മനസ്സ് നല്ലതാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് വിനീത ഓർമ്മ വരും. ഞങ്ങളെല്ലാവരും അവളെ പൊടിമോളെന്നാണ് വിളിച്ചിരുന്നത്. നീ അവളെ ഓർക്കുന്നില്ലേ? സുനിച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും വനജേച്ചി അപ്പൂനെ പ്രസവിച്ച് കിടന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും അമ്മയും പോയി. അവളെ പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഏതായാലും അവൾക്കൊരു ജോലി കിട്ടി, അത്രേ ആശ്വാസം. ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിശയം തോന്നുന്നു. വിനീതയ്ക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന്. ഇതുപോലൊരു ചേട്ടനെ വേദനിപ്പിച്ചിട്ട്. നീ ഏതൊരു പഠിച്ചു? +2. അത് കഴിഞ്ഞ് നിർത്തി. അപ്പോഴത്തേക്കും വീട്ടിലെ സ്ഥിതി വലിയ മോശമായി. ബാങ്കിലെ കടം കയറി പെരുകി. അച്ഛൻ ആദ്യം ജോലി ചെയ്തിരുന്ന കടയിൽ ജോലി പോവുകയും ചെയ്തു. പിന്നെ അമ്മയുടെ വീതം കിട്ടിയ സ്ഥലം വിറ്റ് കിട്ടിയ കാശ് കുറച്ച് ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും തീർന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും കോളേജിൽ ചേരാം. ഞാൻ പഠിപ്പിച്ചോളാം നിന്നെ. നല്ല മാർക്കുണ്ട് എനിക്ക്. സ്കൂളിൽ ഞാനായിരുന്നു ഫസ്റ്റ്. മിടുക്കി. നല്ല മനസ്സുള്ളവർക്ക് നന്മ വരും. വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. അല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ എന്താ ഒരു സന്തോഷം? നീ വിഷമിക്കണ്ട. നിന്റെ ആങ്ങളുടെ സ്ഥാനത്ത് നീ എന്നെ കണ്ടാൽ മതി. ഞാൻ പഠിപ്പിച്ചോളാം. അത് ശരി. അപ്പോഴേക്കും കരയാൻ തുടങ്ങിയ. നീ ഇങ്ങനെ കരയാതെ മോളെ. അകത്ത് പോയി എന്തെങ്കിലും കഴിക്കുക. നാളെ തന്നെ നമുക്ക് കോളേജ് അഡ്മിഷന് കാര്യം അന്വേഷിക്കാം. ഓ, എന്തുവാ അമ്മാവാ, എന്തുവാ? ഇനി വനജേ, നീ എന്താ പറഞ്ഞത്? അവന്റെ മനസ്സ് ഇഷ്ടമുണ്ടെങ്കിൽ നടത്താമെന്ന്. നോക്ക് നോക്ക്. അവൾ കരയുന്നു, അവൻ ആശ്വസിപ്പിക്കുന്നു. ആ, അതിനെന്തുവാ? ഇടി അവള് പറയുന്നത്, കുഞ്ഞിലേ മുതൽ വിഷ്ണു ചേട്ടൻ എന്റെ മനസ്സിലുണ്ട്, എനിക്ക് മറക്കാൻ വയ്യ, മറക്കാൻ എന്നോട് പറയരുതെന്ന്. ഏയ്, അങ്ങനൊന്നും ആയിരിക്കില്ല. നോക്ക് നോക്കടി, അവൻ പറയുന്നത്. നീ വിഷമിക്കണ്ട, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണമെന്ന്. അമ്മ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുക. പിന്നെന്തിനാ അവള് കരയുന്നത്? അവൻ എന്തുവാ പറയുന്നത്? നീ തന്നെ പറ. അത് പിന്നെ ഞാനൊരു കാര്യം പറയാം. പ്രായം തികഞ്ഞു നിൽക്കുന്ന പെണ്ണ, എട്ടും പൊട്ടും തിരിയാത്തവളാ. നിന്റെ ആങ്ങള പഞ്ചാര വാക്ക് പറഞ്ഞ അവളെ വഴിതെറ്റിച്ചാലുണ്ടല്ലോ, കൊന്നുകളഞ്ഞാലെല്ലാത്തിനെയും. ദൈവമേ, 20 വയസ്സ്. അയ്യോ, ഗർഭമുണ്ടാവാനൊക്കെ എളുപ്പമാ. എന്റെ നാണക്കേട് പോട്ടെ, നിന്റെ നാണക്കേടോ? നീ ഒന്ന് ആലോചിച്ചു നോക്കണേ. എന്തിനാ സിന്ധു നീ കരയുന്നത്? അത് ഞാൻ കാടിയാടിന് കൊടുക്കാൻ. കൊച്ചേട്ടൻ എന്തിനാ നിന്റെ തലയെ തൊട്ട് ആശ്വസിപ്പിച്ചത്? ഒന്നുമില്ല, വെറുതെ. കൊച്ചേട്ടനോട് ഞാനൊരു കാര്യം വെട്ടി തുറന്നങ്ങ് ചോദിക്കാം. എന്തുവാ കൊച്ചേട്ടന്റെ മനസ്സിൽ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടിയാടി ഞാൻ പറയേണ്ടത്? സിന്ധുവിന്റെ കാര്യത്തിൽ കൊച്ചേട്ടന്റെ ആലോചന എന്താ? എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചനയില്ല. പിന്നെ എന്തിനാ കൊച്ചേട്ടൻ അവളെ വിളിച്ചിറക്കി തോളി തട്ടുന്നതും തലയെ തടവുന്നതും? എടി വനജേ, കുറച്ചുകൂടെ മാന്യായിട്ട് സംസാരിച്ചൂടെ?
ആരെങ്കിലും കേട്ടാ എന്ത് പറയും? ഒന്നുമില്ലേലും ഞാൻ നിന്റെ ചേട്ടനല്ലേ. ദേ ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചേട്ടൻ ഇന്ന് ചെയ്തത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. അവൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് അവസാനം അവൾക്കൊരു പേരുദോഷം വന്നാലേ അത് വലിയ മനസ്താപത്തിന് കാരണമാവും. അതുകൊണ്ടാ പറയുന്നത്. എന്നെ അത് കൂടുതൽ ബാധിക്കുന്നത്. എന്ത് പേരുദോഷാന്നാ നീ പറയുന്നേ? എന്ത് പേരുദോഷാന്ന് ഞാൻ എന്റെ കൊച്ചേട്ടന് പറഞ്ഞു തരണോ? ഒരു പെണ്ണിനെ എന്തൊക്കെ ദോഷം ഒരാണ് കാരണം വരാം. ഭേ, വായടക്കടി. ഞാൻ ഒന്ന് കിടന്നപ്പോഴാ നിന്റെ വർത്തമാനം കേട്ടത്. എനിക്ക് പിന്നെ കിടക്കാൻ തോന്നിയില്ല. അല്ലേലും ആ ചെറുക്കം വല്ലതും ഒന്ന് കഴിക്കാനിരിക്കുമ്പോ അമ്മയും മോളും കൂടെ അങ്ങോട്ട് തുടങ്ങും. വിഷ്ണു, ദൈവത്തിന് നിരക്കാത്തത് ആര് പറഞ്ഞാലും നല്ല ചുട്ട മറുപടി കൊടുക്കണം. അല്ലാതെ കിട്ടുന്ന അത്രയും വിഴുങ്ങരുത്. വനജേ, ഇനി മേല തെമ്മാടിത്തനം പറയരുത്. കൊച്ചേട്ടനെ കാണിക്കാം. ഞാൻ പറയുന്നതാ കുറ്റം. ഞാൻ എന്ത് ചെയ്തെന്നാ? അവൻ എന്തോ ചെയ്തെന്നാ നീ പറയുന്നത്? കൊച്ചേട്ട സിന്ധുവിനെ വിളിച്ച് ആ തൊഴുത്തിന്റെ അടുത്ത് പോയി നിന്ന് കണ്ണീര് തുടച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും കല്യാണം കഴിച്ചോളാന്ന് പറയുകയും ചെയ്തെന്ന്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടത്തി. പൊടിയകത്ത് വലിയവര് വർത്തമാനം പറയുന്നിടത്താണോടി നീ ഇടപെടുന്നത്? നീ പറയടി വനജേ, നമുക്ക് ഈ കല്യാണം നടത്താം. ഇയാൾക്ക് കല്യാണം കഴിക്കാഞ്ഞിട്ട് അത്ര വീർപ്പ് മുട്ടലാണെങ്കിലേ നടത്തണോ? അല്ല പിന്നെ അതിനെ എന്റെ കൊച്ചിനെ വെറുതെ നാണം കെടുത്തല്ല. അമ്മമ്മ അങ്ങനെ വെറുതെ താങ്ങി കൊടുക്കണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ചേട്ടത്തി, വെറുതെ വിഷ്ണു ചേട്ടനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. സിന്ധു എനിക്ക് വനജയുടെയും വിനീതയുടെയും താഴെയുള്ള അനുജത്തി മാത്രമാണ്. അത് ഞാൻ അവളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മോനെ കണ്ട, അവൻ കഴിക്കാതെ പോയി. അച്ഛൻ പറയുന്നത് എന്റെ ഇഷ്ടത്തോടെ അല്ല. അങ്ങനെ പറയരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞടി അഭിപ്രായം പറയാൻ? ഇങ്ങോട്ട് മാറിയിക്കടാ. നീ അകത്ത് പോ. അവളൊരു നല്ല കൊച്ച. അമ്മായി അച്ഛനും കൂടെ ചേർന്ന് അവളെ നശിപ്പിക്കാതിരുന്നാ മതി. പറഞ്ഞേക്കാം. അത് ശരി. അപ്പൊ അമ്മാവൻ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഇല്ല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. ഒരു കാര്യം ചെയ്, എന്റെ മോനെയും കൊണ്ടുവാ, ഞാനങ്ങ് പോയേക്കാം.